സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കുമെന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് വടകരയിൽ ഉജ്ജ്വല സ്വീകരണം. കുട്ടികളുടെ അന്വേഷണ ബുദ്ധിയെയും അറിവ് നിർമ്മാണ ശേഷിയെയും മുൻനിർത്തിയുള്ള പഠന പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നിരന്തരമായ മോണിറ്ററിംഗ് ഏർപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ ജാഥയിലൂടെ പരിഷത്ത് ആവശ്യപ്പെട്ടു. മിനിമം മാർക്ക് എന്ന കടമ്പ വെച്ചാൽ യാന്ത്രികമായി വരുന്ന ഒന്നല്ല വിദ്യാഭ്യാസ ഗുണനിലവാരം. പരമാവധി കുട്ടികൾ മികച്ച നിലവാരത്തിൽ പഠിച്ച് പുറത്തു വരികയും അവരവരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള തുടർ പഠനത്തിനോ തൊഴിലിനോ പ്രാപ്തരാവുകയും ചെയ്യുമ്പോഴാണ് സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനം മികവുറ്റതാവുന്നത്. പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ പി.കെ. സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. കെ. ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. വികസിച്ചിട്ടില്ലെങ്കിൽ പോലും ഉള്ള ഒരു നാട് ഇന്ത്യയിൽ വേറെയില്ല. കെട്ടിട സൗകര്യങ്ങളും മോശമല്ല, ഭൗതിക സൗകര്യങ്ങളും നന്നായിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ പുരോഗതി എങ്ങനെ കേരളം കൈവരിച്ചു എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിനുവേണ്ടി മാത്രം ഒരുപക്ഷെ ഒരു ജാഥ നടത്തേണ്ടി. ഒന്ന് കണ്ണോടിച്ചു പോവുക. നമ്മൾ സ്കൂൾ ഉണ്ടായി നോക്കിയായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരം. സ്കൂൾ ഉണ്ടായാൽ മാത്രം കുട്ടികൾ സ്കൂളിൽ എത്തണമെന്നുണ്ടോ? ഇല്ല. അതിനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടാവണം. കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കമായിരുന്നു. പോയ വീട്ടിൽ നിന്ന് തിരിച്ച് വൈകുന്നേരം കയറി വരാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയപ്പോഴാണ് പണിയെടുത്ത മാന്യമായ കൂലി കിട്ടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നു. അതിനും ഒരുപാട് ചരിത്രമൊന്നുമില്ല. എന്നാലും ഏതാണ്ട് സമീപകാലത്ത് നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സമീപകാലത്ത് നിന്ന് 5-8 കൊല്ലമൊന്നും കണക്കിൽ കൊണ്ടുവരണം. അതിനേക്കാളൊക്കെ അപ്പുറം മുതൽ തന്നെ പണിക്ക് പോയാൽ മാന്യമായ കൂലി കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വന്നു. അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായത്? കാലത്തെണീറ്റ് തൊട്ട് ദൂരത്തുള്ള ഒരു ഹൈസ്കൂളിൽ പോകണമെങ്കിൽ ബസ്സിന് കാശ് കൊടുക്കണം, 10 പൈസ വേണമെന്ന്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ചോളൂ, നമ്മൾ എങ്ങനെ ഹൈസ്കൂളിലെത്തി. ജാഥ വൈസ് ക്യാപ്റ്റൻ പി.വി. ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. വിവിധ ബഹുജന സംഘടനാ ഭാരവാഹികൾ വൈസ് ക്യാപ്റ്റനിൽ നിന്നും വിദ്യാഭ്യാസ ലഘുലേഖ കിറ്റുകൾ ഏറ്റുവാങ്ങി. മണലിൽ മോഹനൻ, പി. സതീശൻ, എം.കെ. ബാബുരാജ് എന്നിവർ പരിഷത്ത് ഗാനങ്ങൾ ആലപിച്ചു. കെ.വി. വത്സലൻ സ്വാഗതവും എം.സി. സജീവൻ നന്ദിയും പറഞ്ഞു.